ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒരു വീട് വെക്കുന്ന കേസിനകത്ത് നമ്മൾ ആദ്യം കല്ലുകൊണ്ട് അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കും. ആ സാധനം എന്ന് പറയുന്നത് HTML ആണ്. നമ്മൾ ജസ്റ്റ് എന്നത്തെയും പോലെ തന്നെ നമ്മളൊരു HTML ഇതുണ്ടാക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് ഇൻഡെക്സ് തുറക്കുകയാണെങ്കിൽ ഇങ്ങനെ വരത്തില്ല. ഇതെന്ന് പറയുന്നത് ഈ ഒരു വീടിന്റെ ഒരു സ്ട്രക്ചറാണ്. ഇതൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇതൊരു വീടായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ വീടിനൊരു ഒരു ബോഡി ഉണ്ട്, ഒരു ഹെഡർ ഉണ്ട്, അല്ലെങ്കിൽ വീടിന്റെ മേൽക്കൂര അല്ലെങ്കിൽ അതിന്റെ ബോഡിയിലേക്ക് ആ ഒരു സാധനമൊക്കെ നമ്മൾ സ്ട്രക്ചർ പോലെ HTML വെച്ച് സെറ്റ് ആക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെയർ എന്ന് പറയുന്നത് CSS ആണ്. CSS എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ എക്സാമ്പിൾ വീടിന്റെ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വീടിനെ പെയിന്റ് അടിക്കും, അതിന് കളർ കൊടുക്കും. ആ ഒരു മുറിക്ക് ഒരു കളറ്, സ്റ്റെയർ കേസിന് ഒരു കളറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ CSS. അടുത്തതെന്ന് പറയുന്നതാണ് JS. എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സാമ്പിൾ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞായിരുന്നു. JSന്റെ അകത്ത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എന്റെ വീട്ടിനകത്ത് സ്വിച്ച് ഒക്കെ നമ്മൾ ഓൾറെഡി സ്ട്രക്ചർ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് സ്വിച്ചിന്റെ ഒരു HTML എഴുതിയിട്ടിട്ടുണ്ടാവാം. നമുക്ക് ഇതിനെ ഒന്ന് VS കോഡിൽ ഓപ്പൺ ആക്കാം. ഇത് നമ്മൾ മുന്നേ ചെയ്തൊരു പ്രോജക്റ്റാണ്. ഞാനപ്പോ ഇതിനകത്ത് നമ്മളെ വീടിന്റെ ഇതൊരു വീടായിട്ട് അസ്യൂം ചെയ്തു, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് എക്സ്പ്ലനേഷൻ. ഞാനപ്പോ സ്വിച്ച് എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഇതിനകത്ത് കാണും. ഇതിനകത്ത് ഒരു ഓൺ ബട്ടൺ കാണും, ഒരു ഓഫ് ബട്ടൺ കാണും. ഇങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ HTML എഴുതിയിടും. ഈ സ്വിച്ചിന് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആവാം, ബ്ലൂ ആവാം, ബ്ലാക്ക് ആവാം, ലൈക്ക് ബോർഡർ കാണാം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ CSS വെച്ച് പറയും. ഇനി ഈ സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് കത്തണം. ഐ മീൻ ആ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തണം, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ലൈറ്റ് ആണ് ഇടാം. ഈ ഒരു സാധനം ചെയ്യുന്നത് ആണ് ഈ വീടിന്റെ എക്സാമ്പിൾ ജാവാസ്ക്രിപ്റ്റ് വെച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ ലൈക്ക് നമ്മുടെ ഒരു ടിപ്പിക്കൽ വെബ്സൈറ്റില് ഇതിനകത്ത് എന്തെങ്കിലും എനിക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ ആസ് എ യൂസർ എന്ന നിലയ്ക്ക്, അതർ ദാൻ എ ടാഗിൽ ക്ലിക്ക് ചെയ്ത് വേറൊരു പേജിൽ പോകുന്നതല്ലാതെ എനിക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സോ അതാണ് ഈ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ കേസ് ഓഫ് എക്സാമ്പിൾ. ഇതിനകത്ത് തന്നെ നമുക്ക് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് നോഡ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞത്, പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഈ JS ഉണ്ടായ സമയത്ത് ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ബ്രൗസറിന്റെ കൂടെ വന്നിരുന്ന ഒരു സാധനം. അതിപ്പോ അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റൻസ് ഇല്ലായിരുന്നു. ഐ മീൻ ലൈക്ക് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് വന്ന ഒരു ഇടയ്ക്ക്. സോ ആ ഒരു കാലഘട്ടത്തിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ബ്രൗസർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന്റെ കൂടെ കമ്പൈൻഡ് ആയിട്ട് വന്നൊരു കൈൻഡ് ഓഫ് സാധനം. അത് വെച്ചിട്ടായിരുന്നു ലൈക്ക് നമ്മൾ HTML-നകത്ത് സ്ക്രിപ്റ്റ് ഓടിച്ച് ഞാൻ ഈ പറഞ്ഞൊരു ഇന്ററാക്ഷൻ ചെയ്തു. ഇതിനകത്ത് ഇന്ററാക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഇവിടെ കണ്ട ഞാൻ ഇത്രയും സാധനം നമുക്ക് വെറുതെ ഈ ഒരു വ്യൂ നമ്മൾ ChatGPT എന്ന് ഉണ്ടാക്കിയില്ലേ, അതുപോലെ എനിക്ക് ഈ ഒരു വ്യൂ വേണേല് ജസ്റ്റ് HTML CSS കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം, അല്ലെ? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ലൈക്ക് ഞാൻ ഈ റെഫറൻസിൽ കുത്തുമ്പോ ആ സ്ക്രോൾ സാധനം ഈ കളർ മാറിയാണ്ടോ, ലൈക്ക് ഞാൻ ഈ ട്യൂട്ടോറിയൽ കുത്തിയപ്പോ ട്യൂട്ടോറിയൽ എല്ലോ ആയി, റെഫറൻസ് കുത്തിയപ്പോ റെഫറൻസ് എല്ലോ ആയി. ലൈക്ക് ഈ ഒരു കളർ ചേഞ്ച്, കളർ ഷിഫ്റ്റ്, അങ്ങനത്തെ കാര്യമൊക്കെ എഴുതുന്നത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ്. സോ ഇതേപോലെ നമ്മൾ ഇതുവരെ ഒന്നും ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ചെയ്ത വെബ്സൈറ്റ്സ് ഒന്നും ഇന്ററാക്റ്റീവ് അല്ലാത്തത്. ഇൻ ദ സെൻസ് യൂസറിന്റെ ഇൻപുട്ട് എടുത്ത് നമ്മളൊന്നും ചെയ്യാത്തത്. സോ അതാണ് അതിന്റെ ഒരു കേസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലൈക്ക് മുമ്പത്തെ കാലഘട്ടങ്ങളിൽ ഇതെന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റിനകത്ത് മാത്രം ഉണ്ടായിരുന്ന സാധനമാണ്. നമ്മളപ്പോ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യണേൽ ഞാൻ ലൈക്ക് ആദ്യത്തെ ദിവസം പറഞ്ഞ പോലെ നമുക്കൊരു index.html ഫയൽ വേണം, HTML ഫയൽ വേണം, അതിനകത്ത് കുറച്ച് HTML വേണം, പിന്നെ നമ്മുടെ കേസിൽ ഒരു script.js എന്ന് പറയുന്ന ഒരു ഫയൽ വേണം. അതിനകത്ത് ഞാനൊരു തൽക്കാലത്തേക്ക് ഒരു കൺസോൾ ലോഗ് ഇടുകയാണ്. ഹലോ വേൾഡ്, ഓക്കെ. സോ എനിക്കൊരു JS ഉണ്ടാവും. ലൈക്ക് ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മളെ ബോഡിക്കകത്തോ ഹെഡിനകത്തോ എവിടെയെങ്കിലും നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് കൊണ്ട് ഇടും. ഓക്കെ, സ്ക്രിപ്റ്റ് സോഴ്സ് സ്ക്രിപ്റ്റ് JS ഓക്കെ. ഈ ഒരു ഇത് സെൽഫ് ക്ലോസിംഗ് ആവാൻ തോന്നുന്നു. ഓക്കെ. സോ ഇങ്ങനെ ഒരു രീതിയിലാണ് പ്രാചീന കാലങ്ങളിൽ ചെയ്തോണ്ടിരുന്നത്. ഇതിപ്പോ സെൽഫ് ക്ലോസിംഗ് ആയല്ല, അതാണ് കളർ പോയത്. അപ്പോ ജസ്റ്റ് സ്ക്രിപ്റ്റ് ക്ലോസ് SCRIP. ഓക്കെ. സോ ഇങ്ങനെയായിരുന്നു മുന്നത്തെ കാലഘട്ടങ്ങളിൽ ചെയ്തോണ്ടിരുന്നത്. എന്ന് വെച്ചാൽ എനിക്കപ്പോ JS ഇനിഷ്യൽ സ്റ്റേജസിൽ ആൾക്കാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു HTML ഉണ്ടാക്കും, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും, ഇത് ലിങ്ക് ചെയ്യും, എന്നിട്ട് ലൈവ് സെർവർ ഓൺ ആക്കും. ലൈവ് സെർവർ ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വെബ്സൈറ്റ് റെൻഡർ ആവുന്ന കൂട്ടത്തിൽ ആ ഒരു HTML എക്സിക്യൂട്ട് ആവും, JS എക്സിക്യൂട്ട് ആവും. അതിന്റെ കൂട്ടത്തിൽ ഇതെന്ന് പറയുന്നത് വിൻഡോയിന്റെ കൺസോളാണ്. ഐ മീൻ ലൈക്ക് വിൻഡോയിന്റെ ബ്രൗസർ എക്സിക്യൂഷൻ നടക്കുന്ന സ്ഥലം.
അപ്പൊ ഇതിനകത്ത് ഞാൻ ഹലോ വേൾഡ് കൊടുത്താൽ എന്ത് വേണോ വരും. ഇതിനകത്ത് ഞാനിപ്പോ ഈ ഒരു സ്ക്രിപ്റ്റിനകത്ത് ഞാനിപ്പോ 2 നമ്പർ ആഡ് ചെയ്യുകയാണെന്ന് എഴുതിക്കോ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 10, ലെറ്റ് ബി ഈസ് ഈക്വൽ ടു 20. ഇതൊക്കെ എന്താന്നുള്ളത് നമ്മൾ ഇൻഡെപ്ത് കവർ ചെയ്യും. സോ ഐ മീൻ ലെറ്റ് എന്താണ്, ഈ എ ഈക്വൽ ടു 10 എന്തിനാണ്, ലൈക്ക് അങ്ങനത്തെ സ്റ്റഫ് ഒക്കെ. സോ ലൈക്ക് ലോഗ് ടു എ പ്ലസ് ബി, ഇങ്ങനത്തെ ഒരു സാധനം അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തൊരു സാധനം ആയാലും അത് കൊടുത്താൽ അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ വരും. കണ്ട 30 വന്നേണ്ടോ, കണ്ടോ. ലൈക്ക് ഇതായിരുന്നു മുന്നത്തെ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് ഇമ്പ്രൂവ് ആയപ്പോഴത്തേക്ക് ഈ സാധനത്തിന് ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ബ്രൗസറിന്റെ നിന്നും പുറത്തോട്ട് വന്നു. എന്ന് വെച്ചാൽ ലൈക്ക് നമുക്ക് പൈത്തൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും കോളേജിലൊക്കെ, സി പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സി ജാവ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ഒരു സാധനത്തിന് അത് മര്യാദയ്ക്ക് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പൈലർ എന്ന് പറഞ്ഞൊരു സാധനം, കമ്പൈലർ ഉണ്ട്, ഇന്റർപ്രട്ടർ ഉണ്ട്, അങ്ങനെ 2 സാധനമുണ്ട്. ഐ മീൻ ഒരു 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 സാധനം വേണം. സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എഴുതുന്ന ഇംഗ്ലീഷ് അല്ല മെഷീൻ ലാംഗ്വേജ്. മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും അറിയുന്ന പോലെ ബിറ്റ്സിലാണ് റൺ ചെയ്യുന്നത്. 0 or 1 മാത്രമേ ആ സാധനത്തിന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എഴുതുന്ന കോഡ് ഈ പറഞ്ഞ മെഷീനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു കമ്പൈലറോ അല്ലെങ്കിൽ ഇന്റർപ്രട്ടറോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ജനറലൈസ് ആക്കുകയാണെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയറിന്റെ യൂസേജ് ഉണ്ടായിരുന്നു. സോ ആ ഒരു സാധനം പൈത്തണിന്റെ ലാൻഡിംഗ് പേജിൽ പോവുകയാണെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു ഇതിനകത്ത് ഡൗൺലോഡ്സ് കയറി കാണാൻ. ഇതെന്ന് പറയുന്നത് പൈത്തണിന്റെ കമ്പൈലറാണ്. അതുപോലെ സിക്ക് ഞാൻ പഠിക്കുന്ന GCC എന്ന് പറഞ്ഞൊരു കമ്പൈലർ ഉണ്ട്. ഇതെന്ന് പറയുന്നത് സി കമ്പൈൽ ചെയ്യാനുള്ളതാണ്. അതുപോലെ ഓരോ ലാംഗ്വേജിനും ഓരോ കമ്പൈലർ ഉണ്ട്. അതുപോലെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിനുള്ള കമ്പൈലർ ആണ് നോഡ് എന്ന് പറയുന്നത്. കേട്ടോ, ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം ബിൽട്ട് ഓൺ ക്രോമിന്റെ V8 എഞ്ചിൻ. ഇത് നോഡ് ആൻഡ് എഞ്ചിൻ ആണ്. നമുക്കൊക്കെ അത് സമയമുണ്ട്, നമ്മൾ അത് കുറച്ച് ലേറ്ററിലായിരിക്കും കവർ ചെയ്യുന്നത്. ഈ എഞ്ചിൻ സാധനം എന്തിനാണെന്നുള്ളത് ജസ്റ്റ് ഇപ്പോഴത്തെ കേസിൽ മനസ്സിലാക്കുക. ബ്രൗസറിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എഴുതുന്ന ജാവാസ്ക്രിപ്റ്റിനെ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലോട്ട് ജാവാസ്ക്രിപ്റ്റിനെ കമ്പൈൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് Node.js എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലാംഗ്വേജ് ആയിട്ടും പറയുന്നുണ്ട്. കൈൻഡ് ഓഫ് ഒരു റൺ ടൈം എൻവയോൺമെന്റ്, അതിന് ഓടാൻ ആവശ്യമുള്ള ആ കോഡിന് എക്സിക്യൂഷന് ആവശ്യമുള്ള കുറച്ചധികം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ് Node.js. സോ ഇവരുടെ ലാൻഡിംഗ് പേജ് ഇപ്പൊ വൃത്തിയായല്ലോ. പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു, മോഡേൺ ആയിപ്പോയി. ആ